प्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ഞാൻ ഇന്ന് ആദ്യത്തെ 2 അനുവാകങ്ങളുടെ അർത്ഥം പറയണം എന്ന് ആഗ്രഹിച്ചെങ്കിലും എനിക്ക് വേണ്ട വിധം തൃപ്തിയാവുന്ന പോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അർത്ഥം പറയുന്നത് അടുത്ത ദിവസത്തേക്ക് മാറ്റി പഠിച്ച ഭാഗങ്ങൾ റിവൈസ് ചെയ്ത് അടുത്ത അനുവാകവും കൂടി ചൊല്ലാൻ പഠിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്ദേശം. പക്ഷെ 2ാമത്തെ അനുവാകവും 3ാമത്തെ അനുവാകവും അർത്ഥം പറയാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അത് സാധ്യമാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ പറഞ്ഞു പോകണമെന്നും ഉദ്ദേശിക്കുന്നു. ഞാൻ അതുകൊണ്ട് ഷെയർ ചെയ്യാം. ഗണപതി പ്രാർത്ഥന കഴിഞ്ഞ് ആദ്യത്തെ അനുവാകം ഞാൻ ജപിക്കാം. 2ാമത്തെ അനുവാകം ഞാനും ദിവ്യയും കൂടി എല്ലാവരുടെയും ബെനിഫിറ്റിനായിട്ട് റിവൈസ് ചെയ്യാം. അത് കഴിഞ്ഞ് 3ാമത്തെ അനുവാകം നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. ഓം ഗണാനാം ത്വാ ഗണപതിഗും ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പത ആനശൃണ്വന്നോതിഭിः സീദസാദനം. ശ്രീമഹാഗണപതയേ നമഃ. ശ്രീരുദ്രപ്രശ്നഃ പ്രഥമ അനുവാകഃ. ആദ്യത്തെ അനുവാകം ഞാൻ ഒറ്റയ്ക്കാണ് ജപിക്കാൻ പോകുന്നത്. സാവധാനം ജപിക്കാം. എല്ലാവർക്കും അവരവർ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് തന്നെ എൻ്റെ ഒപ്പം ചൊല്ലാൻ പറ്റും എന്ന് കരുതുന്നു. ഓം നമോ ഭഗവതേ രുദ്രായ. ഓം നമസ്തേ രുദ്രമന്യവ ഉതോതാം അനേഷന്നസ്യേഷവ ആഭുരസ്യ നിഷംഗതിഃ യാതേ ഹേതിർമീഢുഷ്ടമഹസ്തേ ബഭൂവതേ ധനുഃ തയാസ്മാൻ വിശ്വതസ്ത്വമയക്ഷ്മയാ പരിഭുജാ. നമസ്തേ അസ്ത്വായുധായ നാതതായ ധൃഷ്ണവേ ഉഭാഭ്യാമുത തേ നമോ ബാഹുഭ്യാം തവ ധന്വനേ പരിതേ ധന്വനോ ഹേതിരസ്മാൻ വൃണക്തു വിശ്വതഃ അഥോയ ഇഷുധിസ്തവാരേ അസ്മന്നിധേഹിതം. നമസ്തേ അസ്തു ഭഗവൻ വിശ്വേശ്വരായ മഹാദേവായ ത്രയംബകായ ത്രിപുരാന്തകായ ത്രികാഗ്നികാലായ കാലാഗ്നിരുദ്രായ നീലകണ്ഠായ മൃത്യുഞ്ജയായ സർവേശ്വരായ സദാശിവായ ശ്രീമന്മഹാദേവായ നമഃ. അതോടെ ആദ്യത്തെ അനുവാകം തീർന്നിരിക്കുന്നു. അടുത്തത് ദ്വിതീയ അനുവാകമാണ്. ദ്വിതീയ അനുവാകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിന്റെ അർത്ഥം കൂടി, പദത്തിന്റെ അർത്ഥം കൂടി പറഞ്ഞാല് പദപരിചയവുമാവും എന്നൊരു അഭിപ്രായം തോന്നുന്നു. ഹിരണ്യബാഹവേ എന്നുള്ളതാണ് ആദ്യത്തെ നാമം. നമോ ഹിരണ്യബാഹവേ സേനാന്യേ ദിശാം ചപതയേ നമഃ. എല്ലാവരുടെ കയ്യിലും ഈ ടെക്സ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അർത്ഥം പറയുമ്പോഴും ഈ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വാക്കുകൾ വ്യക്തമായിട്ട് മനസ്സിലാകുമല്ലോ.
ഹിരണ്യബാഹവ എന്ന പദത്തിന്റെ അർത്ഥം ഗോൾഡൻ ആംഡ്, അതായത് സ്വർണം കൊണ്ടുള്ള കൈകളോട് കൂടിയ എന്നാണ് വാച്യാർത്ഥം. പക്ഷേ രുദ്രത്തിന്റെ പല വ്യാഖ്യാനങ്ങൾ അവൈലബിൾ ആണ്. നിങ്ങൾ പലരും ശ്രീരുദ്രത്തിന്റെ മീനിങ് ഉള്ള ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടാണ് വരുന്നത് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ പല വ്യാഖ്യാനങ്ങളെ പറ്റിയൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. പക്ഷേ പല വ്യാഖ്യാനങ്ങള് രുദ്രത്തിനുണ്ട്. ഉദാഹരണത്തിന് സയനാചാര്യൻ കർമ്മകാന്ഡം ജ്ഞാനകാന്ഡം എന്നുള്ള 2 മാർഗങ്ങളാണ് വേദത്തിൽ കാണിച്ചു വരുന്നത്. അതില് കർമ്മകാന്ഡത്തിലാണ് ശ്രീരുദ്രം വരുന്നത്. പക്ഷെ ഒരു ഉപനിഷത്തിനെ പോലെ തന്നെ ജ്ഞാനകാന്ഡത്തിന്റെ ജ്ഞാനപ്രധാനവുമാണ് ശ്രീരുദ്രം. അതുകൊണ്ട് തന്നെ ശ്രീരുദ്രം ഹോമത്തിനൊക്കെ ഉപയോഗിക്കപ്പെടുന്ന മന്ത്രവുമാണ്. അപ്പോൾ സയനാചാര്യരുടെ എക്സ്പ്ലനേഷൻസ്, വ്യാഖ്യാനം ശ്രീരുദ്രത്തിന്റെ കർമ്മപ്രധാനമായിട്ടുള്ള വ്യാഖ്യാനമാണ്. സയനാചാര്യരെ പോലെ ഭട്ടഭാസ്കരരും അഭിനവശങ്കരരും വിഷ്ണുസൂരിയും സ്കന്ദസ്വാമിയും അഹോബലയും ഒക്കെ ശ്രീരുദ്രത്തിന് വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ അഭിനവശങ്കരന്റെ വ്യാഖ്യാനമാണ് അധ്യാത്മമായിട്ട് കൂടുതൽ നമ്മൾക്കൊക്കെ റെലവെന്റ് ആയിട്ട് പലപ്പോഴും തോന്നുക. പക്ഷെ നമ്മൾക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് എല്ലാം സയനാചാര്യരുടെയും ഭട്ടഭാസ്കരരുടെയും എക്സ്പ്ലനേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പക്ഷെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കമന്ററി ഒന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. അങ്ങനത്തെ റീസോഴ്സസ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ശിവരാത്രിക്ക് മുൻപ് 5 ദിവസമായിട്ട് സത്യസായി സംഘടന കേരളം ത്രയംബകം എന്ന് പറഞ്ഞ് മനോഹരമായ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. അതിന്റെ യൂട്യൂബിലുള്ള റെക്കോർഡിംഗ് ഉണ്ട്. അപ്പൊ ആ 5 യൂട്യൂബ് വീഡിയോസ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. പക്ഷെ ഞാനിപ്പോ ഓരോ പദത്തിന്റെയും അർത്ഥം വളരെ ജനറൽ ആയിട്ട് പറഞ്ഞു പോകാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഹിരണ്യബാഹവ എന്നുള്ള പദം ഗോൾഡൻ ആംഡ്, സ്വർണ കരങ്ങളോടുകൂടിയ ഭഗവാന് നമസ്കാരം എന്നാണ്. ഈ രുദ്രത്തിൽ മുഴുവനായിട്ടൊരു 183 പ്രാവശ്യമാണ് നമ്മൾ ഭഗവാനോട് നമസ്കാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നത്, വാക്കുകൊണ്ട് നമസ്കരിക്കുന്നത്. ഇവിടെ ദ്വിതീയ അനുവാകം മുതലാണ് ഈ നമോ നമഃ എന്നുള്ള പാറ്റേൺ വരുന്നത്. രണ്ടാമത്തെ പദം സേനാന്യേ, കമാൻഡർ ഇൻ ചീഫ് എന്നൊക്കെ പറയില്ലേ നമ്മൾ ആർമികളില്, സേനാനായകനായ ഭഗവാന് നമസ്കാരം. സേനാനായകൻ എന്ന് പറയുമ്പോ നമ്മളെല്ലാവരും പ്രാണികളാണ് അല്ലെ. പ്രാണനെ ആണ് നമ്മളെ ചലിപ്പിക്കുന്നത്. പ്രാണികളിലൂടെ നമ്മളുടെ കർമ്മത്തിനനുസരിച്ചായി നമ്മളെ ചലിപ്പിക്കുന്നതും ഭഗവാനാണ്. അപ്പൊ നമ്മളെല്ലാവരും ഭഗവത് സേനയിലെ അംഗങ്ങളാണ്. ദിശാംച പതയേ നമഃ. ഇന്ദ്രൻ തുടങ്ങിയ ദിക്പാലകരുണ്ട്. അവരുടെ രൂപത്തിൽ ദേവതാരൂപേണ ലോകത്തിനെ രക്ഷിക്കുന്നതും ഭഗവാൻ തന്നെ. വൃക്ഷേഭ്യോ നമഃ. വൃക്ഷരൂപത്തിലുള്ള ഭഗവാന് നമസ്കാരം. നമുക്ക് ഗുരുവായൂരപ്പന്റെ കാര്യത്തിൽ നമ്മൾ മരപ്രഭു അമരപ്രഭു എന്ന് പറയാറുണ്ട് അല്ലെ. ഭഗവാൻ വൃക്ഷരൂപത്തിലും ഉള്ളത് ഭഗവാൻ ശ്രീരുദ്രൻ തന്നെയാണ്. ഹരികേശേഭ്യ, ഇലകൾക്ക് തുല്യമായിട്ട് തിങ്ങിയ കേശഭാരത്തോടുകൂടി മുടിയോടുകൂടിയ ഭഗവാനാണ് ഇത്രേ. ആ ഹരികേശേഭ്യ പശൂനാം പതയേ നമഃ. പശുക്കളുടെ പതിയായ ഭഗവാൻ. ഈ പശു എന്നുള്ള പദം കൊണ്ട് നന്ദികേശ്വരന്റെ നാഥനായ ഭഗവാൻ മാത്രമല്ല, നമ്മളെല്ലാവരും പശുക്കളാണ്. സകല ജീവജാലങ്ങളുടെയും പതിയാണ്, അധിപതിയാണ് ഭഗവാൻ രുദ്രൻ. സസ്പിഞ്ചരായ, എത്ര മനോഹരമായ ഒരു വാക്കാണെന്നോ. ഇളം പുല്ലിന്റെ രൂപത്തിലുള്ള ഭഗവാന് നമസ്കാരം എന്നാണ്. സസ്പിഞ്ചരായ. ത്വിഷീമത്തെ, സെൽഫ് എഫൾജന്റ് ആയിട്ടുള്ള ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തേജസ്സോടുകൂടിയ ഭഗവാന് നമസ്കാരം. പഥീനാം പതയേ നമഃ. എല്ലാ പാതകളുടെയും നാഥനാണ്. അതേപോലെ സദാചാര സമ്പന്നരുടെ നാഥൻ എന്നും ആ പഥീനാം എന്ന വാക്കിന് അർത്ഥമുണ്ട്. ബഭ്ലുഷായ, ബഭ്ലുഷായ എന്നുള്ള പദം 2 അർത്ഥമാണ്. ഒന്ന്, ഭഗവാൻ ഋഷഭവാഹനനാണ് അല്ലെ, നന്ദികേശ്വരനെ വാഹനമായിട്ടുള്ള രൂപമാണ് ഭഗവാന്റേത്. അതുകൊണ്ട് ബഭ്ലുഷായ എന്ന് പറയുന്നു. അതേപോലെ തന്നെ ധാർമ്മികരായവരിൽ ഇരുന്ന് അവർക്ക് നന്മ വരുത്തുന്ന, യോഗക്ഷേമത്തിനെ കൊടുക്കുന്ന ഭഗവാനെയും ബഭ്ലുഷായ എന്ന് പറയുന്നു. വിവ്യാധിനെ എന്നാനാം, വിവ്യാധിനെ അന്നാനാം എന്നാണ് അത് ബ്രേക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു.
വിവ്യാധിനെ എന്ന പദം ധർമ്മത്തിൽ നിന്ന് വിമുഖരായവരെ ശിക്ഷിക്കുന്ന ഭഗവാൻ എന്നാണ്. ഈ ഒരു ശിക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ഡ്യുവൽ ആസ്പെക്ട്സ്, രണ്ട് വശങ്ങളും രുദ്രത്തിൽ കാണാം. ഉദാഹരണത്തിന് നമ്മൾ രുദ്രം തുടങ്ങുമ്പോൾ നമസ്തേ രുദ്ര മന്യവ ഉതോത, ആ മന്യു പദം നമുക്ക് വീണ്ടും വീണ്ടും രുദ്രത്തിൽ വരുന്നത് കാണാം. മന്യുവിന്റെ അർത്ഥം ധാർമ്മിക രോഷമാണ്. ഭഗവാന്റെ ആ അപരിമേയമായ ദേഷ്യവും കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഭഗവാനോടൊന്ന് ശാന്തനാവണേ എന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടിയാണ്. അതുകൊണ്ടാണ് ധർമ്മ വിമുഖരായിട്ടുള്ളവർക്ക് ശിക്ഷിക്കുന്ന ആളാണ് വ്യാധിനെ. അന്നാനാം പതയേ നമഃ, ഭക്ഷണത്തിന്റെ പതി, അന്നത്തിന്റെ നാഥനാണ്. തൈത്തിരീയോപനിഷത്തിലാണ് പറയുന്നത്, ആകാശാദ് വായുഹു വായോരഗ്നിഹി അഗ്നേരാപഃ അദ്ഭ്യ പൃഥിവി പൃഥിവി ഔഷധഃ ഔഷധീഭ്യോന്നം അന്നാദ് പുരുഷ. ഉണ്ടാവുന്നത് എങ്ങനെ എന്നുള്ള ഒരു ചാർട്ട്, ഒരു ഫ്ലോ ചാർട്ടാണ് പറയുന്നത്. പഞ്ചഭൂതങ്ങളിൽ നിന്ന് ആകാശം, വായു, അഗ്നി, ആപഹ, പൃഥിവി, ഈ 5 എലമെന്റ്സിൽ നിന്ന് എങ്ങനെ മനുഷ്യനുണ്ടാവുന്നു, ഔഷധി ഉണ്ടാവുന്നു, പിന്നെ അന്നം ഉണ്ടാവുന്നു. ഈ അന്നത്തിനെയും ഔഷധിയെയും ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യർ അതിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നാണ് ആ ഒരു ജനറേഷണൽ സൈക്കിള് ഉപനിഷത്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. അന്നത്തിന്റെ നാഥൻ എന്നാണ് ഭഗവാൻ എന്നെ പറയുന്നത്. ഹരികേശായോപവീത്തിനെ പുഷ്ടാനാം പതയേ നമഃ. ഹരികേശായോപവീത്തിനെ, ഉപവീത്തിനെ യജ്ഞോപവീതത്തോടു കൂടിയതും, ഹരികേശ ഇടതൂർന്ന, നേരത്തെ പറഞ്ഞു ഹരികേശ എന്നുള്ള പദം നേരത്തെ വന്നു. ഇലകൾ കൊണ്ട്, ഒരു വൃക്ഷത്തിൽ ഇടതൂർന്ന എങ്ങനെ ഇലകളുണ്ടോ അതുപോലെ ഇടതൂർന്ന ഇരുണ്ട തലമുടിയോടുകൂടിയ ഭഗവാനാണ്. യജ്ഞോപവീതം ധരിച്ചിട്ടുള്ള ഭഗവാനാണ്. പുഷ്ടാനാം പതയേ നമഃ. അന്നത്തിന്റെ പതി മാത്രമല്ല, പുഷ്ടാനാം, പുഷ്ടിയുടെ പതിയും ഭഗവാനാണ്. പലതരത്തിലുള്ള പുഷ്ടികളുണ്ട്. വാക്പുഷ്ടി, ജ്ഞാനപുഷ്ടി, അതേപോലെ നമ്മളുടെ ശരീരങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും ഒക്കെ പുഷ്ടി, അതേപോലെ ഗ്രഹം, നമ്മൾക്ക് ചുറ്റുപാടുകൾ, അതിനൊക്കെ നല്ല പുഷ്ടി ഉണ്ടാവുക, ധനധാന്യങ്ങൾ ഉണ്ടാവുക, ധർമ്മത്തിന് പുഷ്ടി ഉണ്ടാവുക, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള പുഷ്ടികളും ഭഗവാനാണ് തരുന്നത്. പുഷ്ടാനാം പതയേ നമഃ. ഭവസ്യ ഹേത്यै ജഗതാം പതയേ നമഃ. ഭവ എന്നുള്ള പദം കൊണ്ട് സംസാരത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഭവസ്യ ഹേത്यै ജഗതാം പതയേ, സംസാരത്തെ നശിപ്പിക്കുന്ന ജഗത്തിന്റെ നാഥൻ, ജഗതാം പതയാണ് ഭഗവാൻ. രുദ്രായാതതാവിനെ, വില്ലു കൊലച്ച വില്ല് ധരിച്ചിട്ടുള്ള ഭഗവാനാണ് നമ്മൾ ആ പദം കൊണ്ട് നമസ്കരിക്കുന്നത്. നമോ രുദ്രായാതതാവിനെ. ക്ഷേത്രാണാം പതയേ നമഃ. ക്ഷേത്രം എന്ന് പറയുമ്പോൾ മലയാളികൾ പെട്ടെന്ന് അമ്പലത്തിനെയാണ് ഓർക്കുക. പക്ഷെ അമ്പലം എന്നുള്ള പദം അല്ല, ശരി, ക്ഷേത്രം എന്നുള്ള പദത്തിന്റെ ഈക്വൽ അല്ല അമ്പലം. അമ്പലം വരുന്നത് അമ്പരം എന്ന ശബ്ദത്തിൽ നിന്നാണ്. ഉദാഹരണത്തിന് ചിദംബരം. അപ്പോ ക്ഷേത്രം എന്ന പദത്തിന് മലയാളത്തിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത്, ഫീൽഡിന് എന്താ മലയാളത്തിൽ പറയാ, കൃഷിസ്ഥലം. കൃഷിസ്ഥലമാണ് ക്ഷേത്രം. നമുക്ക് ഭഗവത്ഗീതയിൽ അറിയാം, ക്ഷേത്രജ്ഞ വിഭാഗ യോഗം എന്നാണ് ഒരു ചാപ്റ്ററുടെ പേര്, അല്ലേ? 13th ചാപ്റ്റർ ആണ്. നമ്മളുടെ ശരീരം നമ്മളുടെ ക്ഷേത്രമാണ്, നമ്മളുടെ ഫീൽഡ് നമ്മളുടെ കൃഷിസ്ഥലമാണ്. അതിൻ്റെ ഉള്ളില് ഈ ശരീരമല്ല ഞാൻ, ഈ മനസ്സല്ല ഞാൻ, മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം, ആ ഒരു അവയർനെസ്സോട് കൂടിയിട്ടുള്ള ഒരു ക്ഷേത്രജ്ഞനുണ്ട്. പക്ഷെ അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇരുന്നിട്ട് ഈ നമ്മളുടെ ശരീരമാവുന്ന ക്ഷേത്രത്തിനെയും പുറത്തുള്ള കൃഷിസ്ഥലങ്ങളെ എല്ലാം നയിക്കുന്നത്, അതിൻ്റെയൊക്കെ പതി നാഥൻ ഭഗവാനാണ്. പ്രാണികളുടെ ശരീരത്തിന്റെയും നാഥനാണ് ഭഗവാൻ എന്നാണ് ക്ഷേത്രാണാം പതയേ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂതായ ഹന്ത്യായ, സൂതനായിട്ടുള്ള ഭഗവാന് നമസ്കാരം. വനാനാം പതയേ നമഃ. വനങ്ങളുടെ ഉള്ളില് താമസിക്കുകയും വനങ്ങളുടെ ഉള്ളിൽ താമസിക്കുന്നവരായിട്ടുള്ളവരുടെ നേതാവായിട്ട് ഇരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അടുത്തത് രോഹിതായ, ചുവന്ന നിറമാണ് ഇത്ര ഭഗവാന്. ചുവന്ന നിറത്തോടു കൂടിയ ഭഗവാന് നമസ്കാരം. സ്ഥപതയെ, സ്ഥപതയെ ശരിക്കും ബിൽഡർ എന്നുള്ളതാണ് അർത്ഥം. കൺസ്ട്രക്ട് ചെയ്യുന്ന, ജഗത്തിന്റെ തന്നെ നിർമ്മാതാവ്, മാത്രമല്ല സകലതിന്റെയും ഒരു കൺസ്ട്രക്ഷൻ ഏറ്റെടുത്ത് ചെയ്യുന്ന രൂപമാണ് ഭഗവാൻ. സ്ഥപതിയാണ് ഭഗവാൻ, ബിൽഡർ ആണ് ഭഗവാൻ. എല്ലാത്തിന്റെയും സ്ഥിതി എന്നുള്ള ഒരു സൃഷ്ടി സ്ഥിതി സംഹാരം എന്നല്ലേ പറയുക, എല്ലാത്തിന്റെയും സ്ഥിതിയെ നോക്കി നടത്തുന്നത് ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാൻ സ്ഥപതി.
അടുത്തത് വീണ്ടും വൃക്ഷാണാമ്പതേ, വൃക്ഷരൂപത്തിലുള്ള വൃക്ഷങ്ങളുടെ നാഥനായ ഭഗവാൻ. മന്ത്രിണേ, മന്ത്രങ്ങളുടെ നാഥനും ഭഗവാനാണ്. പ്രണവം തുടങ്ങിയ അനേകം ശ്രേഷ്ഠമായ മന്ത്രങ്ങള് ആരെയാണോ കീർത്തിക്കുന്നത് അതേ ഭഗവാനാണ് ശ്രീരുദ്രൻ. മന്ത്രം ഭഗവാന്റെ ഒരു രൂപം തന്നെയാണ്. ഇപ്പോ നമ്മളൊരു ഇപ്പോ O2 എന്ന ഓക്സിജൻ മോളിക്യൂളിനെ നമ്മൾ എഴുതാൻ ശ്രമിക്കുന്നു അല്ലെ. O2 എന്താണെന്ന് ചോദിച്ചാൽ ഓക്സിജൻ തന്നെയാണ്. ഒരു ഭഗവാന്റെ ഒരു മന്ത്രം എന്ന് പറഞ്ഞാൽ അതൊരു നമ്മളുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാവുന്ന വിധത്തിലുള്ള ശബ്ദരൂപത്തിലുള്ള ഒരു ഫോമാണ് ഭഗവാന്റെ. അപ്പൊ ആ മന്ത്രവും ഭഗവാൻ തന്നെയാണ്. അടുത്തത് വാണിജായ. വാണിജായ എന്നുള്ള പദത്തിന് രണ്ട് അർത്ഥമാണ് പൊതുവെ പറയാറുള്ളത്. വാക്കിന്റെ വാണി, ഇപ്പോ വാഗ്രൂപധാരിയായ ഭഗവാൻ എന്നുള്ളതാണ് ഒരർത്ഥം. രണ്ടാമത്തേത് വാണിജ്യം എന്ന വാക്കിൽ നിന്ന്, വാണിജ്യം കച്ചവടമാണ്, കച്ചവടക്കാരനായ ഭഗവാനാണ്. കക്ഷാണാം പതയേ നമഃ, ഗഹനമായ അധർമ്മമായിട്ടുള്ള ചിന്തകളുടെ ഒക്കെ ആഴം മനസ്സിലാക്കുന്ന, ധർമാധർമ്മങ്ങളെ വേർതിരിച്ച് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഭഗവാനാണ് കക്ഷാണാം പതി. ഭുവന്തയേ, സർവവ്യാപിയാണ്, ഓംനി പ്രസന്റ്, ഓംനീഷ്യന്റ് ആയിട്ടുള്ള ഒരു ഭഗവാനെയാണ്, സർവവ്യാപി, സർവജ്ഞൻ, സർവശക്തനായിട്ടുള്ള ഒരു ഭഗവാനെയാണ് നമ്മൾ ശ്രീരുദ്രത്തിൽ കാണുന്നത്. ഭുവന്തയെ, ഭുവനത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനാണ്. വാരിവസ്കൃതായ ഔഷധീനാമ്പതയെ, വാരിവസ്കൃതായ എന്ന് പറഞ്ഞാൽ ഭഗവാനെ ആരാണോ ആശ്രയിക്കുന്നത്, സേവിക്കുന്നത്, ആ ഭക്തരിൽ വാത്സല്യമുള്ള ഭഗവാൻ, അത് അവരിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാനാണ് വാരിവസ്കൃത. ഔഷധീനാമ്പതയെ, രോഗഹരങ്ങളായിട്ടുള്ള ഔഷധികളുടെ നാഥനുമാണ് ഭഗവാൻ. ഉച്ചൈർഘോഷായ ആക്രന്ദയത്തെ, ആക്രന്ദയത്തെ വളരെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ശത്രുക്കളെ, അധർമ്മികളെ ഭയപ്പെടുത്തുന്ന, കരയിക്കുന്ന ഭഗവാനാണ് ഇത്രേ. അതേപോലെ പത്തീനാം പതയേ നമഃ. പത്തി എന്നുള്ള ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അധർമ്മത്തോട് മല്ലിടുന്ന ഒരു സേനയാണ് പത്തി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ നാഥനുമാണ് ഭഗവാൻ. അടുത്ത പദം കൃത്സ്നവീതായ, സകല ജഗത്തിലും വ്യാപിച്ചു നിൽക്കുന്ന ഭഗവാനാണ്. ധാവത്തെ, അപ്രാപ്യനാണ്. ആർക്കാണ് അപ്രാപ്യൻ? നമ്മള് ലളിതാ സഹസ്രനാമത്തില് ഭഗവതിയെ പറ്റി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ ദുർലഭ എന്നാണ് പറയുക അല്ലെ. ഉള്ളിലേക്ക് തിരിഞ്ഞാല് നമ്മളുടെ ഉള്ളിലുണ്ട്, പക്ഷെ പുറത്ത് തെരഞ്ഞു തുടങ്ങിയാല് നമുക്ക് കൈവി കിട്ടില്ല. സുലഭവുമാണ് അതേസമയം ദുർലഭവുമാണ് ഭഗവാന്റെ കൃപ. അപ്പോ ഈശ്വരോന്മുഖരല്ലാത്തവർക്ക് അഗ്രാഹ്യനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ധാവത്തെ എന്നുള്ള പദം. സത്വനാം പദയേ നമഃ, ഭക്തന്മാരുടെ നാഥൻ അല്ലെങ്കിൽ സത്വപ്രധാനികളുടെ നാഥനും പ്രണാമം. ഇതാണ് ആദ്യത്തെ അനുവാദത്തിന്റെ പൊതുവായിട്ടുള്ള ഒരർത്ഥം. ഇനി നമുക്ക് ഇന്നലത്തെ പോലെ കുറച്ച് സമയം എടുത്തിട്ടൊന്ന് റിവൈസ് ചെയ്യാം. ഞാൻ ദിവ്യയുടെ അടുത്ത് ദയവായിട്ട് അൺമ്യൂട്ട് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ദിവ്യ, ഇഫ് യു കുഡ് കൈൻഡ്ലി അൺമ്യൂട്ട് യുവർ സെൽഫ് പ്ലീസ്. ഹലോ, എല്ലാവരും എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് ആ ഭാഗം ദിവ്യയുടെ ഒപ്പം ഇന്റോണേഷനോടുകൂടി, പ്രൊനൗൺസിയേഷനോടുകൂടി കൃത്യമായിട്ട് ഏറ്റു ചൊല്ലണേ എന്ന് അപേക്ഷിക്കുകയാണ്. നമോ ഹിരണ്യബാഹവേ സേനാന്യേ, നമോ ഹിരണ്യബാഹവേ സേനാന്യേ, ദിശാം ച പതയേ നമോ നമോ, ദിശാം ച പതയേ നമോ നമോ,
वृक्षेभ्यो हरिकेशेभ्यः वृक्षेभ्यो हरिकेशेभ्यः पशूनां पतये नमो नमः पशूनां पतये नमो नमः सस्पिञ्जराय त्विषीमते पथीनं पतये नमो नमो सस्पिञ्जराय त्विषीमते पथीनां पतये नमो नमो बभ्लुषाय विव्याधिने नानां पतये नमो नमो बभ्लुषाय विव्याधिनेन्नानां पतये नमो नमो हरिकेशायो वीतिने पुष्टानां पतये नमो नमो हरिकेशायोपवीतिने पुष्टानां पतये नमो नमो भवस्य हेत्यै जगां पतये नमो नमो भवस्य हेत्यै जगतां पतये नमो नमो रुद्राया तथा विने क्षेत्राणां पतये नमो नमः रुद्राय तथा विने क्षेत्राणां पतये नमो नमः सूताया हन्त्याय वनानां पतये नमो नमो सूताय हन्त्याय वनानां पतये नमो नमो रोहिताय स्थपतये वृक्षाणां पतये नमो नमो रोहिताय स्थपतये वृक्षाणां पतये नमो नमो मन्त्रिकक्षाणां पतये नमो नमो मन्त्रिणे वाणिजाय कक्षाणां पतये नमो नमो भुवन्तये वारिवस्तायोषधीनां पतये नमो नमः भुवन्तये वारिवस्कृतायौषधीनां पतये नमो नमः वारिवस्कृताय औषधीनां ताळेयല്ല is plain नमो भुवन्तये वारिवस्कृताय औषधीनां पतये नमो नमः भुवन्तये वारिवस्कृतायौषधीनां पतये नमो नमः उच्चैर्घोषाय क्रन्दयते पत्नीनां पतये नमो नमः उच्चैर्घोषाय क्रन्दयते पत्नीनां पतये नमो नमः कृत्स्नवीताय धावते सत्त्वनां पतये नमः कृत्स्नवीताय धावते सत्त्वनां पतये नमः എക്സലന്റ്. ഇനി ഞാൻ ആ അനുവാക്കം ഒരിക്കൽ മുഴുവനായിട്ട് ചൊല്ലാം. എല്ലാവരും ദയവായിട്ട് കേൾക്കൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂന്നാം ആരംഭിക്കാം. ദ്വിതീയ അനുവാക്കം മുഴുവനായിട്ട് ഒരു തവണ ചൊല്ലി കേൾപ്പിക്കാം.
नमो हिरण्यावे दिशां च पतये नमो नमो वृक्षेभ्यो हरिकेभ्यः पशूनां पतये नमो नमः श्रीमते दधीनां पतये नमो नमो बभ्लुषाय दिव्याधिनेन्द्राणां पतये नमो नमो हरिकेशायोपमीतिने पुष्टानां पतये नमो नमो भवस्य हेत्यै जगतां पतये नमो नमो रुद्राय तताविने क्षेत्राणां पतये नमो नमः सूताय हन्त्याय वनानां पतये नमो नमो रोहिताय स्थपतये वृक्षाणां पतये नमो नमो मन्त्रिणे वाणिजाय कक्षाणां पतये नमो नमो भुवन्तये दीनां पतये नमो नमः उच्चैर्घोषाय खन्दयते पत्तीनां पतये नमो नमः कृत्स्नवे ഇതാണ് രണ്ടാമത്തെ അനുവാകം. അടുത്ത അനുവാകം നമുക്ക് പഠിച്ചു തുടങ്ങാം. തൃതീയ അനുവാക. ഓരോ അനുവാകത്തിനും ഓരോ തീം ഉള്ളതുപോലെ നമുക്ക് ചിലപ്പോൾ തോന്നും. വരാൻ പോകുന്ന അനുവാകം വളരെ രസകരമായ ഒരു തീമോട് കൂടിയതാണ്. നമ്മൾക്ക് നല്ലത് ഇത്, ചീത്ത ഇത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണകളുണ്ട് അല്ലെ. ഏക സ്ഥലങ്ങളിലും ഭഗവാൻ ഉണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു അനുവാകമാണ്. ഉദാഹരണത്തിന് മോഷണം ചെയ്യുന്നവരുടെ നേതാവാണ് ഭഗവാൻ എന്നൊക്കെ പറയുന്ന ഭാഗമാണ്. വളരെ രസകരമായ ഒരു അർത്ഥം വരുന്ന അനുവാകമാണിത്. നമുക്ക് പക്ഷെ അതും ചൊല്ലി പഠിക്കാം. എന്നിട്ട് അർത്ഥത്തിലേക്ക് സമയം കിട്ടിയാൽ ഇന്ന് അല്ലെങ്കിൽ നാളെ ചൊല്ലാം. ദിവ്യയുടെ അടുത്ത് ഞാൻ ഓരോ ഫ്രേസും ചൊല്ലുന്നത് അൺമ്യൂട്ട് ചെയ്ത് ഏറ്റു ചൊല്ലണം എന്ന് അപേക്ഷിക്കുന്നു. ദിവ്യ കൈൻഡ്ലി. യെസ്. നമഃ സഹമാനായ नमः सहमानाय नमः सहमानाय नमः सहमानाय निर्व्याधिना 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 आव्याधिनीनां पतये नमो नमः आव्याधिनेनानां पतये नमो नमः ककुभाय निषङ्गिणे ककुभाय निषङ्गिने Divya, I think there is a lag. I don't know if you're feeling it in your end or is it only me? Yes, Chechi, there is a lag. Okay. I'm not able to hear you also sometimes. Okay. ककुभाय निषङ्गिणे ककुभाय निषङ्गिने स्तेनानां पतये
Stenanam pataye. Stenanam pataye namo namo. Stenanam pataye namo namo. Nishangina ishudhimate. Nishangina ishudhimate. 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 Dhi is also low. Low. Te is also low. Ishudhimate എന്നുള്ള വാക്കിൽ ധിയും തേയും രണ്ടക്ഷരവും താഴെയാണ്. Ishudhimate. Ishudhimate. Nishangina ishudhimate. Nishangina ishudhimate. Taskaranam pataye namo namo. Taskaranam pataye namo namo. Taskaranam pataye namo namo. Taskaranam pataye namo namo. Vanchate parivanchate. Vanchate parivanchate. Vanchate parivanchate. Vanchate parivanchate. Stayunam pataye namo namo. Stayunam pataye namo namo. Stayunam pataye namo namo. Stayunam pataye namo namo. Nicherave paricharayaranyanam. Nicherave paricharayaranyanam. 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 Paricharayaranyanam pataye. Paricharayaranyanam pataye. Nicherave paricharayaranyanam pataye. Nicherave paricharayaranyanam pataye. Namo namah. Namo namah. Srikavibhyo. 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 Jighagunsadbhyo. Jigagumsadbhyo. Jighagunsadbhyo. Jigagumsadbhyo. Mushnatam pataye. Mushnatam pataye. Mushnatam pataye. Mushnatam pataye. Namo namo simadbhyo. Namo namo simadbhyo. No. Namo namo simadbhyo. Namo namo simadbhyo. No, it is I think- asimadbhyo. Yes, Huh. C is low. Mad. Asimadbhyo, bhyo is low. Low, yeah. നമോ സിമദ്ഭ്യോ എന്നുള്ളത് ശരിക്കും നമോ അസിമദ്ഭ്യോ ആണ്. പക്ഷെ നമ്മൾ അവിടെ അത് ബ്രേക്ക് ചെയ്തിട്ടല്ല ചൊല്ലുക. നമോ ശ്രീമദ്ഭ്യോ. സിയും ഭ്യോയും താഴെയാണ്. നമോ ശ്രീമദ്ഭ്യോ. Namo simadbhyo. No, I think again I went wrong. Once more. നമോ ശ്രീമദ്ഭ്യോ. നമോ ശ്രീമദ്ഭ്യോ. നമോ ശ്രീമദ്ഭ്യോ. Namo simadbhyo. No. Madbhyo. Okay. Madbhyo. Simadbhyo. No, why did it go up? No. Ha, correct. Madbhyo. Madbhyo. Madbhyo.
Srimadbhyo, 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 Bhyo. Again. Srimadbhyo, Srimadbhyo, Mo Srimadbhyo, Namo Srimadbhyo. No, Namo Srimadbhyo. Please practice it Yes. later. Sure. I'll go to the next word now. ദിവ്യക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. കുട്ടി നാളത്തേക്ക് പ്രാക്ടീസ് ചെയ്ത് വരും. നമോ ശ്രീമദ്ഭ്യോ നക്തഞ്ചരദ്ഭ്യ നക്തഞ്ചരദ്ഭ്യ Naktancarabhya, നക്തഞ്ചരദ്ഭ്യ Naktancarabhya, പ്രകൃന്താനാം പതയേ Prakrintanam pataye, പ്രകൃന്താനാം പതയേ Prakrintanam pataye, നമോ നമ ഉഷ്ണീഷിണേ Namo Nama Ushnishine, ഉഷ്ണീഷിണേ Ushnishine, ഗിരിചരായ Giricharaya, കുലുഞ്ചാനാം പതയേ നമോ നമ Kulunchanam pataye namo namah. കുലുഞ്ചാനാം പതയേ നമോ നമ Kulunchanam pataye namo namah. ഇഷുമദ്ഭ്യോ Ishumadbhyo, ഇഷുമദ്ഭ്യോ Ishumadbhyo, ധന്വാവിഭ്യശ്ച വോ നമോ നമ Dhanvavibhyascha vo namo namah. ധന്വാവിഭ്യശ്ച വോ നമോ നമ Dhanvavibhyascha vo namo namah. Okay. Namo nama sorry, I stopped it. Dhanva vibhyascha vo nama, isn't it? Yes. Atanvanebhya Atanvanebhya, Atanvanebhya Atanvanebhya, Pratidadhanebhyascha vo Pratidadhanebhyascha vo. It is the and the. Pratidadhanebhyascha vo Pratidadhanebhyascha vo. Namo nama Namo namah. Ayachadbhyo Ayachadbhyo, Ayachadbhyo Ayachadbhyo, Visrajadbhyascha vo namo Visrajadbhyascha vo namo. Visrajadbhyascha vo namo Visrajadbhya Visrajadbhya Visrajadbhyascha vo namo Visrajbhyascha vo namo. It is Visrajadbhya. I don't think you're getting it right. Visrajadbhyascha. Yes. Namosyadbhyo. Namosyadbhyo. No, you are again wrong there. Namosyadbhyo. Okay, I think. Sorry. Yeah.
Yes. Namosyadbhyo. Namosyadbhyo. No, it is wrong, Divya. You are not focusing. Sya is high, mo is plain. Namosyadbhyo. Namosyadbhyo. No. It's again. Namosyadbhyo. Namosyad. No. It is namo asyadbhyo, right? Namo Yes. is plain. Namo Chechi, your voice is breaking. Bhyo. Namo. I'll go to the next name, I suppose. Yeah. Vidyadhyascha vo namo nama. Vidyadhyascha vo namo nama. Asinebhya. 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 Shayanebhyascha vo. Shayanebhyascha vo. Shayanebhyascha vo. Shayanebhyascha vo. Namo namastishtadbhyo. Is it something missing? Swapadbhyo jagradhyascha? Yes, sorry. Namo namaswapadbhyo. Namo namas swapadbhyo. No. Sorry. Yes. Swapadbhyo. Swapadbhyo. Wrong. Bhyo. Swapadbhyo. Swapadbhyo. No, Divya. Swapadbhyo. Swapadbhyo. Jagradhyascha vo. Jagradhyascha vo. Jagradhyascha vo. Jagradhyascha vo. Namo namastishtadbhyo. Namo namastishtadbhyo. Correct yourself. Namo nama. No, I'm going high. I have to go down. Namo nama. Namo nama. Namo namastishtadbhyo. Namo namastishtadbhyo. 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 Dhavadhyascha vo. Dhavadhyascha vo. Dhavadhyascha vo. Dhavadhyascha vo. Namo namah. Namo namah. Sabhabhyas sabhapatibhyascha vo. Sabhabhyas sabhapatibhyascha vo. Sabhabhyas sabhapatibhyascha vo. Sabhabhyas sabhapatibhyascha vo. Namo namo. Namo namo. Ashvebhyo ashvapatibhyascha vo namah. Ashvebhyo ashvapatibhyascha vo namaha. Ashvebhyo ashvapatibhyascha vo namah. Ashvebhyo ashvapatibhyascha vo namaha. Okay, I think I'll go back and revise the Anuvakam once. Yes. ഞാൻ ഒന്നുകൂടി ഈ മൂന്നാമത്തെ അനുവാക്കം മുഴുവനായിട്ട് ബ്രേക്ക് ചെയ്ത് തന്നെ ചൊല്ലാൻ പോവാണ്. ദിവ്യ എൻ്റെ കൂടെ ചൊല്ലുന്നുണ്ടാവില്ല. എല്ലാവർക്കും പദപരിചയം വരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നാളെ വീണ്ടും മൂന്നാമത്തെ അനുവാകം ഒന്നും കൂടി പഠിക്കാൻ ശ്രമിക്കാം.
नमः सहमानाय निर्व्याधिनां नमः सहमानाय निर्व्याधिना आव्याधिनीनां पतये नमो नमः आव्याधिनीनां पतये नमो नमः ककुभाय निषङ्गिणे सेनानां पतये नमो नमः ककुभाय निषङ्गिणे सेनानां पतये नमो नमो निषङ्गिण इषुधिमते तस्कराणां पतये नमो नमो निषङ्गिण इषुधिमते तस्कराणां पतये नमो नमो वञ्चते परिवञ्चते सायूनां पतये नमो नमो वञ्चते परिवञ्चते सायूनां पतये नमो नमो निचेरवे परिचरायारण्यानां पतये नमो नमो निचेरवे परिचरायारण्यानां पतये नमो नमस्सृकाविभ्यो जिघागन्सद्भ्यो मुष्णतां पतये नमो नमस्सृकाविभ्यो जिघागन्सद्भ्यो मुष्णतां पतये नमो नमोऽसि मद्भ्यो नक्तञ्चरद्भ्यः प्रकृन्तानां पतये नमो नमोऽसि मद्भ्यो नक्तञ्चरद्भ्यः प्रकृन्तानां पतये नमो नमः उष्णीषिणे गिरिचराय कुलुञ्चानां पतये नमो नमः उष्णीषिणे गिरिचराय कुलुञ्चानां पतये नमो नमः इषुमद्भ्यो धन्वाविभ्यश्च वो नमो नमः इषुमद्भ्यो धन्वाविभ्यश्च वो नमो नमः आतन्वानेभ्यः प्रतिदधानेभ्यश्च वो नमो नमः आतन्वानेभ्यः प्रतिदधानेभ्यश्च वो नमो नमः आयच्छद्भ्यो विसृजद्भ्यश्च वो नमो नमः आयच्छद्भ्यो विसृजद्भ्यश्च वो नमो नमोऽस्यद्भ्यो विद्यद्भ्यश्च वो नमो नमोऽस्यद्भ्यो विद्यद्भ्यश्च वो नमो नमः आसीनेभ्यः शयानेभ्यश्च वो नमो नमः आसीनेभ्यः शयानेभ्यश्च वो नमो नमः स्वपद्भ्यो जाग्रद्भ्यश्च वो नमो नमः स्वपद्भ्यो जाग्रद्भ्यश्च वो नमो नमस्तिष्ठद्भ्यो धावद्भ्यश्च वो नमो नमस्तिष्ठद्भ्यो धावद्भ्यश्च वो नमो नमः सभाभ्यः सभापतिभ्यश्च वो नमो नमः सभाभ्यः सभापतिभ्यश्च वो नमो नमो अश्वेभ्यो अश्वपतिभ्यश्च वो नमः नमो अश्वेभ्यो अश्वपतिभ्यश्च वो नमः ഞാനിത് അനുവാദം ഒരു പ്രാവശ്യം
മുഴുവനായിട്ടും കൂടി ചൊല്ലി കേൾപ്പിക്കും. ഓ നമഃ. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം പഠിക്കുന്നത്. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ക്ഷമാപ്രാർത്ഥന. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ സായീശ്വര. അപരാധസഹസ്രാണി ക്രിയന്തെ അഹർനിശം മയാ. ദാസോയമിതി മാം മത്വാ ക്ഷമസ്വ സായീശ്വര. അന്യഥാ ശരണം നാസ്തി ത്വമേവ മഹാതേജ നടരാജ വിരാജ. ആശപാശ നാശയിഷാ. മഹാതേജ നടരാജ വിരാജ. ആശപാശ നാശയിഷാ. നിരുപമ ഗുണസദന ചരണാനിരജദള നയന. നമസ്കാരം. നാളെയും ഇതേ സമയം 7:55 നമുക്ക് എല്ലാവർക്കും ലോഗിൻ ചെയ്യാം. നന്ദി.